ലോങ് ഫോമിലേക്ക് കയറ്റാൻ കുറച്ച് പണിയാണ്. ആൾക്കാർ പിന്നെ ഷോർട്സ് ആണ്. അതിനെ പറയുന്ന ആൾക്കാരൊന്നും ഇതുപോലത്തെ ലോങ് വീഡിയോ ഒന്നും കാണുന്നില്ല. ക്യാമറ റോളിങ്ങാണ് അത് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അന്നറിയുന്നോളം എൻ്റെ വീഡിയോ കാണുന്നല്ലോ. വേറെ കാര്യം പുറത്തുനിന്ന് ആരും വന്ന് കാണുന്നില്ല. എൻ്റെ ഒരു മുഹമ്മദ് സിനാൻ, ചെറിയൊരു ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. ഇത് എൻ്റെ മിസ്റ്റർ ഫ്രണ്ടാണ് നിഹാദ്. ബാക്കി മൂപ്പറെ പറ്റി മൂപ്പർ തന്നെ പറയും. ഞാൻ പറയുന്നതിലൊരു കാര്യമില്ല. ഞാൻ കാര്യമായിട്ട് അതെന്താ പറയാനൊന്നും. ഞാനും നിന്നെ പോലെ ചെറിയൊരു ഫോട്ടോഗ്രാഫർ പരിചയപ്പെടുത്തി കൊടുക്കറാ. ഞാൻ ഡെയിലി എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പോലെ പരിചയപ്പെടുത്തി എനക്കൊന്നും ഇങ്ങനെ അറിയില്ലടാ പരിചയപ്പെടുത്താനല്ലോ. അനക്ക് അറിഞ്ഞിട്ടാ ഇതേപോലെ വെള്ളം കുടിച്ച് ഇരുന്നിട്ട് എന്തെങ്കിലും അങ്ങ് സൊറ പറയുന്നതല്ലാണ്ട്. പിന്നെ പറയേ എന്തെന്ന്. എൻ്റെ പേര് നിഹാദ്, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ദുബൈയിലാണ്. അതന്നെ ഈയാണ് നിഹാദ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പരിചയപ്പെടുത്തണ്ടേ കൊറേ ഏകദേശം 2017 അല്ലേ, 2017 16 17 തോന്നുന്നു. അന്നേരം നമ്മളെ നാട്ടിൽ കൊറോണ വരുന്നതിന് മുമ്പല്ലേ? കൊറോണ അല്ലേ 2020 ഒന്നല്ലേ? അതിന് മുന്നേ അല്ലേ? അതല്ല, അതിന് മുമ്പേ ക്ലബ് ഹൗസ് എല്ലാം തുടങ്ങുന്നതിന് മുമ്പേ, പിന്നെ റീൽസ് എല്ലാം വരുന്നതിന് മുമ്പേ തന്നെ. റീൽസ് ഇല്ല അന്നേരം റീൽസ് ഇല്ലാലോ. അന്ന് മെയിൻ ഫോട്ടോ എടുത്തിട്ടല്ലേ നമ്മൾ കളിക്കുന്നത്. ശരിയാ. അന്ന് റീൽസിന്റെ മില്യൺസ് അല്ല, ഒരു 100K ഫോളോവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. അന്നേരത്തെ ഫോട്ടോനല്ല 1000 ലൈക്ക് കിട്ടലുണ്ട്. നോർമൽ വീഡിയോസിന് 10,000 വ്യൂസ് കിട്ടലുണ്ട്. റീൽസിലല്ലേ അന്നേരം മറ്റേതാ IGTV പോസ്റ്റും. അന്നേരം എനിക്ക് ഓർമ്മ ഉണ്ട്. ബാബ്സ് കണ്ണൂർ വന്ന സമയത്ത് ഞാൻ iPhone 6 IGTV ലോങ് വീഡിയോ. അന്നേരം നമ്മള് തലശ്ശേരിയിൽ ഒരു പിക്ചർ റെസ്ക്യൂ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫി ക്ലബ് ഉണ്ട്. പിന്നെ ആരല്ലേ തുടങ്ങിയ നമ്മളെ മിസ്റ്റർ നബീലും ഫൈസാനും, ഇലാഹി പർവീസ് ചില ആൾക്ക് അറിയായിരിക്കും. ഇലാഹി പർവീസ് മറ്റേ ട്രാവൽ എല്ലാം ചെയ്ത് കുറെ. പിന്നെ അവരൊരു ക്ലബ്ബ് തുടങ്ങി തലശ്ശേരിയിൽ, പിന്നെ ഫോട്ടോഗ്രാഫി ക്ലബ്ബ്, ടെലിച്ചറി പിക്ചർ റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും ടെലിച്ചറി പിക്ചർ റെസ്ക്യൂ. സംഭവം ഇപ്പൊ ഉണ്ട് ക്ലബ്ബ്, പക്ഷെ അത്ര ആക്റ്റീവ് അല്ലേ. ഇതേപോലെ ഓരോരുത്തർ ഓരോ വൈക്കാൻ. ആകെ നബീല മാത്രമുണ്ട് ഇപ്പം തലശ്ശേരിയിൽ. പിന്നെ ഫൈസാന് ഫറാന് പോലെയായിട്ട് എല്ലാവരും ദുബൈയിലാണ്. അങ്ങനെ കുറേ അതിന്റെ മെയിൻ ആൾക്കാരെല്ലാം രാജ്യം വിട്ട്. അങ്ങനെ മെയിനിൽ നബീൽ മാത്രം നാട്ടിൽ. അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നത് നാട്ടിൽ 2016-17. അന്നേരം നമ്മളെ ഈ കാണുന്ന പോലത്തെ ക്യാമറ ഒന്നും ഇല്ലേ. ക്യാമറയിൽ ഇപ്പൊ 2 കൊല്ലമായിട്ടില്ല ഞാൻ വാങ്ങിച്ചിട്ട്. അന്നേരം ഉപയോഗിക്കും ആരുടെന്നെങ്കിലും മേടിച്ചിട്ടു ആക്കിയിട്ടു. അന്നേരം ഇന്റെ ക്യാമറ ഉണ്ടായിരുന്നാ? നീ എപ്പോ ക്യാമറ വാങ്ങിയേ? എന്റെ ക്യാമറ ഉണ്ട്. ഇല്ല, ഞാൻ ഫൈസാന്റെ അടുത്ത് വാങ്ങിക്കല്. നീ എപ്പോ ക്യാമറ സ്വന്തമായിട്ട് വാങ്ങിച്ച? ഞാൻ പണിയെടുക്കുന്നത് 2020-21. നിങ്ങൾ മനസ്സിലാക്കണം. ക്യാമറയൊക്കെ പൈസ ഉണ്ട്, സ്വന്തം പൈസ ഉണ്ടാക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന പിള്ളേർക്കെല്ലാം ആദ്യം നമ്മള് ക്യാമറ വാങ്ങിച്ചു കൊടുക്കണം. പൊരിക്കുന്ന ആരെങ്കിലും ക്യാമറ വാങ്ങിച്ചു കൊടുക്കണം. എന്തെന്നായത് അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ. മറ്റേ A7V എടുത്തിട്ട് എടുക്കാൻ തുടങ്ങിയ ഒരു ഐഡിയ ഇല്ലാത്ത ആൾ A7V എടുത്ത് എന്താ ചെയ്യാ? A7V അല്ലേ ഇപ്പൊ എല്ലാവർക്കും FX3 വേണമെന്ന് പറയുന്നത്. FX3 FX3 ഇങ്ങനെ വിലയില്ലാണ്ടായി. നമ്മക്കല്ല എൻ്റെ ഇപ്പൊ ഒരു ഡ്രീം FX3. അത് ഇപ്പം വിചാരിക്കുന്നത് എപ്പോഴേ വാങ്ങാൻ പറ്റും, എപ്പോഴേ വാങ്ങാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം FX3 വാങ്ങിക്കളിയല്ല. നമുക്ക് അങ്ങനെ മെന്റാലിറ്റിയാ. മോശമാണ് ഇതല്ലോ. FX3 ഒരു വിലയില്ലാണ്ടായി പോകും. അതന്നെ. അപ്പൊ സിനിമ ലൈനല്ലേ ഏതോളി പറഞ്ഞ കാഴ്ചപ്പാടിൽ എൻട്രി ലെവൽ FX3 ആകുമ്പോൾ. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുന്നത് 2016-17 ഇതേപോലെ ഒരു പിക്ചർ റെസ്ക്യൂ ക്ലബ്ബ് തലശ്ശേരി ഫോട്ടോഗ്രാഫി ക്ലബ്ബാണ്. അന്നേരം ഞാൻ ഉപയോഗിക്കുന്നത് iPhone 6. ഈ ഏതിന് ഉപയോഗിച്ചേ? ഞാൻ ഉപയോഗിക്കുന്നത് OnePlus 5. അന്നേരം എനിക്ക് SLC പാസ്സായത് ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞു ഉപ്പ ഗിഫ്റ്റ് ആകുന്ന ഫോൺ. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സെയിം അവസ്ഥ. ഞാനെന്തോ +2 പാസ്സായത്. ഈ +2 ആയിരിക്കും. കാരണം എന്നെക്കാളും അത്യാവശ്യം വയസ്സുണ്ട് എനിക്ക് അത്ര ഇല്ല. ഒരു വയസ്സായിട്ട്. അതേപോലെ ഇവൻ OnePlus. എനിക്ക് ഓർമ്മ ഉണ്ട് OnePlus. അന്നേരം OnePlus OnePlus മാർക്കറ്റില് കയ്യിൽ OnePlus ഉണ്ട്. അന്നേരം എല്ലാവരും ഐഫോൺ OnePlus അടി ചെയ്യും. ഇപ്പൊ OnePlusന്റെ പേര് പോയി അങ്ങ്. എന്താ അവസ്ഥ? OnePlusന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. MI മറ്റേ ഷവമി പോലെ ഫുൾ ആഡ്സും ക്യാമറ ക്ലാരിറ്റിയും പോയി. പക്ഷെ OnePlusന്റെ എങ്ങനെയാണല്ലോ മറ്റേ നത്തിങ് തുടങ്ങിയത്. നത്തിങ് അത്യാവശ്യം കാണാനൊരു റഫ് ലുക്ക് ഫോണിന്റെ ഫോണെന്നേ ഉള്ളൂ. ഫീച്ചേഴ്സ് ഒന്നും അത്ര ഇല്ല. സോഫ്റ്റ്വെയർ കുഴപ്പമില്ല, അത്യാവശ്യം ഉപയോഗിക്കാം. പിന്നെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ ഇവൻ നത്തിങ്, ഞാൻ iPhone 6. അങ്ങനെയാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ നമ്മൾ ആ ടൈമിൽ എടുത്ത ഫോട്ടോസ് എല്ലാം എനിക്ക് ഓവർലൈറ്റ് കാണിച്ചു തരാം. അന്നേരം നമ്മൾ മെയിൻ വെച്ചാൽ കടൽപ്പാലാണ്. തലശ്ശേരി കടൽപ്പാലം സൺസെറ്റ് ഉണ്ടെങ്കിലില്ലേ
ഞാൻ അവിടെ ഉണ്ടാവും. അന്ന് എന്തോ ലോട്ടറി അടിച്ച മാതിരിയാ, എത്ര എടുത്താലും മടുക്കൂല. സെയിം ഫോട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ ഫോൺ അറിയാണ്ടെന്ന് കേശൊന്ന് എടുത്തു വീഡിയോ എടുത്തു. അതേപോലെ കടൽപ്പാലം വൈകുന്നേരം ആടെ അന്നേരം റൊട്ടാന ബീച്ച് ക്ലബ്ബ് എന്നെല്ലാം മറ്റുള്ള അങ്ങനെയുള്ള ഒരു കഫേ ഉണ്ട്. അന്നേരം മിൽമയുള്ളൂ അല്ല, ഇപ്പോഴത്തെ പോലെ കുറെ ഷോപ്പില്ല അവിടെ. ഇപ്പൊ അവിടെ കുറെ തട്ടുകടകളാണ്. അന്നേരം മിൽമ ഇപ്പോഴത്തെ പോലെ റോട്ടിലും മറ്റേ ബണ്ണു ഇതെല്ലാം വെച്ച് ഇപ്പോഴത്തെ പോലെ ആൾക്കാരും ഇല്ലാടാ. ആകെ ആൾക്കാരുണ്ടാവും, ഞാനുണ്ടാവും, ഞാനുണ്ടാവും, പിന്നെ ഫോട്ടോ എടുക്കാൻ വരുന്ന പൈസ ഉണ്ടാവും, കുറച്ച് ആൾക്കാരുണ്ടാവും. എല്ലാത്തവർക്ക് കടൽപ്പാലം എന്ന് വെച്ചാൽ മീൻ വാങ്ങാൻ വരുന്ന സ്ഥലം ആദ്യം ആ ഏരിയയില്. അല്ല, പണ്ട് കടൽപ്പാലത്തിൽ വരുവേ, അതെല്ലാം പറയുന്നില്ല. കടൽപ്പാലത്തിൽ വന്നിട്ട് പോകും. ഇപ്പൊ കടൽപ്പാലം എൻട്രി ഇല്ല, തലശ്ശേരി കടൽപ്പാലം അവർ ക്ലോസ് ചെയ്ത്. പിന്നെ പാലത്തിലേക്കുള്ള എൻട്രി അല്ലാണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുന്ന് റൈറ്റിലേക്ക് പോയാൽ മീൻ മാർക്കറ്റിന്റെ സൈഡ് ഉണ്ട്. അങ്ങോട്ടേക്ക് മീൻ വാങ്ങാൻ പോകുന്ന ആൾക്കാർ മാത്രമേ പോകും. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിന്നെ അതൊന്നും ഇപ്പൊ ആൾക്കാർക്ക് അറിയാമെന്നറിയില്ല. കാരണം ഇപ്പൊ അവിടെ കുറെ ക്ലീനായി, നീറ്റായി, ഫുള്ള് വണ്ടിയും ആൾക്കാരും കുറെ അമ്മായിമാരും ബ്ലോഗർമാർ വരും. ഈ അക്കൗണ്ട് ഫോളോ ചെയ്താൽ 40,000 രൂപ. ഈ അക്കൗണ്ട് എന്താ നാട്ടിൽ ഫോളോവേഴ്സ് കയറ്റാൻ ഈസി അല്ലേ? കുറച്ച് 500 കെട്ടാ, കുറച്ച് 100 കെട്ടാ. പൈസ ഇപ്പൊ ഈടൊന്നും നടക്കൂലേ? പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങൾ ക്യാമറയും തൂക്കി പോയിട്ട് അതിൽ 100 ആൾ ഏതെങ്കിലും ഒരുത്തെ ഇഷ്ടപ്പെട്ട ലോകേഷ് മലയാളികളേ ഉള്ളൂ. എന്നാലും ഇവിടെ CIDകളിൽ ഉണ്ടെങ്കിൽ പ്രശ്നപ്പാ, ചോദിക്കും എനിക്ക് പാസ് ഉണ്ടോ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. നാട്ടിൽ പിന്നെ അപ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണ് തുടങ്ങുന്നത്. തലശ്ശേരി പിക്ചർ റെസ്ക്യൂ വെച്ച് അന്നേരം പണ്ട് വലയെറിയുന്നൊരു ഫോട്ടോ, എന്റെ ഫേവറേറ്റ് ഫോട്ടോ. അത് ഞാൻ എടുത്ത ഫോട്ടോ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ വാക്കിനെടുത്ത് ഒരു വലയെറിയുന്ന ഒരു ഫോട്ടോ ഉണ്ട്. കടൽ പാലത്തും വന്ന് വലയെറിയുന്നത്. അതൊന്നും ഇപ്പൊ ആരും കാണാൻ പറ്റൂല. പണ്ട് വൈകുന്നേരം ആടുന്ന ആൾക്കാർ തുള്ളുന്ന ഷോട്ട് കിട്ടും, വലയെറിയുന്ന ഷോട്ട് കിട്ടും. ഇപ്പൊ തുള്ളാനും ആരുമില്ല. ഇപ്പൊ ആടുന്ന് ചീട്ട് കളിക്കുന്നില്ല എല്ലാവരും. തുള്ളാനും ആരുമില്ല, വലയെറിയാനും ആരുമില്ല. അഥവാ അങ്ങനെ തുള്ളാനും ചെയ്തപ്പോ ഓൻ കഞ്ചാവ് അടിച്ചിട്ടാണ്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ വെറുതെ ക്രൈസുമ്പോ പുറത്ത് പോയിട്ടിരിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഇപ്പൊ നൈറ്റിലെല്ലാം അവിടെ കുറെ ആൾക്കാർ വരാം. ഇപ്പൊ ഫുള്ള് ലൈറ്റ് എല്ലാം വെച്ച് ആൾക്കാർ വരൂ. പോലീസ് നമ്മളെ ഷംസീർക്ക സ്പീക്കർ ആയതിനു ശേഷം അവിടെ മൊത്തം ഡെവലപ്പായി തലശ്ശേരി ആ ഏരിയ. പിന്നെ അപ്പൊ അതാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ തുടങ്ങുന്നത് 6 മന്താണ്. 6 മന്ത് ഞാൻ 8+ലെത്തി. 8+ 12 Pro Maxലെത്തി. 12 Pro Max 14 Pro എന്നിട്ടാണ് ഞാൻ ക്യാമറ എടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ 15 Pro. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 15 Pro. 17 Pro Max ഒന്നും ഇല്ല, 15 Pro. ഇനിയിപ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? ഞാൻ ആക്ച്വലി തുടങ്ങിയത് സാംസങ്ങിന്റെ ഗ്രാൻഡ് പ്രൈം ചെറിയ സാധനം, ഒരു ഫോണ്. ഗ്രാൻഡ് പ്രൈമിൽ ഇങ്ങനെ പൂവും മറ്റേ പാറ്റെല്ലാം എടുത്തിട്ടാണ് തുടങ്ങിയത്. അത് തുടങ്ങി അടുത്ത ഫോൺ കിട്ടുന്നത് OnePlus. ആ സമയത്ത് ക്യാമറ അറിയാമല്ലോ. പിന്നെ എടുക്കാൻ തുടങ്ങി ഹൈ ക്ലാരിറ്റി എല്ലാം എടുത്ത് അതെല്ലാം ക്ലിക്കായി. OnePlusന്റെ പേജ് ഫീച്ചർ ചെയ്ത് അന്നേരം ആവേശം കയറിയ OnePlusന്റെ പേജ് ഫീച്ചർ ചെയ്ത്. അപ്പോൾ റീച്ച് എല്ലാം കിട്ടി. ഫോട്ടോക്ക് 10,000 വ്യൂസ്, 10,000 ലൈക്ക് എല്ലാം കിട്ടി. മറ്റേ ഒരു ഉറുമ്പിന്റെ ഫോട്ടോ ഉണ്ട്, അന്നേരം 3,000 ഫോളോവേഴ്സ് ആണ് കിട്ടുള്ളൂ. അന്നേരം 10,000 ലൈക്ക് കിട്ടി. അത് ഭയങ്കര ഹിറ്റായി. നിങ്ങൾ ഇപ്പൊ സിമ്പിൾ 10,000 കിട്ടാന്. അന്നേരം 10,000 വെച്ച് ഇപ്പോഴത്തെ 1 മില്യന്റെ പവറാ. സീരിയസ് ആയിട്ട് അതൊരു മാക്രോ മോഡിൽ എന്തോ വെച്ച് ഞാൻ ഐഫോൺ OnePlusൽ ഫോട്ടോ എടുത്തു, ഒരു ഉറുമ്പിന്റെ ഷോട്ട്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വൈറലായി. പിന്നെ അടുത്ത വരവ് റിയൽമി ഇന്ത്യ എന്ന് പറഞ്ഞ പേജ് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫോൺ തരാം, നിങ്ങൾ എൻ്റെ ഫോണിൽ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം, ഫോൺ നിങ്ങൾ വെച്ചോ, പൈസ തരൂല. ഇതേ റിയൽമി 2021 തോന്നുന്നു. 5 കൊല്ലം മുന്നേ. 21 അല്ല 20 ആണെങ്കിൽ 6 കൊല്ലം മുന്നേ. കോവിഡ് വരും തൊട്ട് മുമ്പ്. അങ്ങനെയാണെങ്കിൽ 2020 തന്നെ. 6 കൊല്ലം മുന്നേ ഒരു ഫോൺ കൊലാബറേഷൻ കിട്ടാൻ ലഭിച്ച ഭയങ്കര കാര്യം. ഇപ്പൊ ആണ് ഈ കൊലാബറേഷൻസ് എല്ലാം കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ ആർക്കും കിട്ടും. അങ്ങനെയാണെന്ന് ആർക്കും കിട്ടുമെന്നല്ല, അത്യാവശ്യം ഒരു കോണ്ടന്റ് എല്ലാം ഇടുന്ന കൈവൊന്നും വേണമെന്നില്ല. ഇങ്ങനെ സ്ലോ മോഷൻ നടക്കുന്ന 10,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷെ ആ ടൈമിന് ഫോൺ കൊലാബറേഷൻ കിട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ മാക്രോ ഷോട്ട് ഐഫോൺ അങ്ങനെ മാക്രോ നടക്കൂല. സ്കൈവിക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന. സ്കൈവിക്കിന്റെ ഒരു ബ്രാൻഡ്. അന്നേരം ആകെ 600 റുപ്യാന്നേ ആ ലെൻസിനുള്ളൂ, മാക്രോ ലെൻസിന്. അന്നേരം 600. ഈ 600 ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാടാ. എനിക്ക് അറിയാം, കൂട്ടി വെച്ച് ഞാൻ ലാസ്റ്റ് മാക്രോ ലെൻസ് വാങ്ങി. എന്നിട്ട് ഞാനും ഇവന്റെ എല്ലാവരും ഉറുമ്പിന്റെ ഷോട്ടിലും കാണി ഞാനും ഉറുമ്പെല്ലാം എടുക്കാൻ തുടങ്ങി. ഇൻസ്പിറേഷൻ കിട്ടിയില്ലേ ആൾക്കാർക്ക്?
അതന്നെ ഇവന്റെ മെയിൻ വാമാന്ന് മെയിൻ സൺസെറ്റ് വാം ലുക്ക് ഇവന്റെ ഫീഡ് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴത്തെ ഫീഡല്ല ഫുൾ കടൽപ്പാലം കടൽപ്പാലം ഫീഡ് ഒരു വാം ഫീഡ് ഇവൻ എന്റെ നേരെ മറിച്ച് ഒരു മൂടി ടൈപ്പ് എന്റെ ഫീഡ് രണ്ടാള് ഫീഡ് അന്നേരം ട്രെൻഡിങ് ആണ് മൂടി ഒരു ബ്ലാക്കിഷ് ടൈപ്പ് അതന്നെ പിന്നെ അത് ഔട്ടായി സ്നാപ്സീഡിൽ എക്സ്പാൻഡ് ചെയ്യുക സ്നാപ്സീഡിലെ മെയിൻ എഡിറ്റിംഗ് ലൈറ്റ് റൂം സ്നാപ്സീഡ് ഈ വീഡിയോ എഡിറ്റിംഗ് ഏതാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ല ഫോണില് ഇൻഷോട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ലീപ്പ് ഐഫോണിന്റെ ഒരു ആപ്പ് ഉണ്ട് വീഡിയോ ലീപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അതന്നെ വീഡിയോ ലീപ്പ് കുറെ കഴിഞ്ഞ് പിന്നെ VN എഡിറ്റ് ചെയ്ത് ഇൻഷോട്ട് ചെയ്തിട്ട് VN ചെയ്ത് VN കഴിഞ്ഞിട്ട് ഇപ്പൊ മൊബൈലിൽ ക്യാപ് കട്ട് പിന്നെ സോഫ്റ്റ്വെയർ ലാപ്പിലാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന സോഫ്റ്റ്വെയറിനെ പണ്ടാണെങ്കിൽ ഇപ്പാണ് പണ്ട് ഫൈനൽ കട്ടേനു പോപ്പുലർ ഇപ്പൊ പ്രീമിയർ ആഫ്റ്റർ എഫക്ട്സ് പ്രീമിയർ പഠിച്ചു എനിക്ക് എന്തും ബാക്കിയെല്ലാം എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും ഒന്നും മനസ്സിലാവില്ല ക്ലോസ് ചെയ്ത് പ്രീമിയർ ഓർക്കും എനിക്ക് ഡാവിഞ്ചിന്ന് കളർ ചെയ്ത നേരം ഇപ്പൊ ഇട്ടാ പോരെ ഡാവിഞ്ചിൽ എന്തെങ്കിലും ബാക്കി എഡിറ്റ് ചെയ്യണ്ട പ്രീമിയർ അറിയാമെങ്കിൽ വേറെ നിൽക്കിനി വേണ്ടേ പ്രീമിയർ നിങ്ങൾ പഠിക്കുന്നവർ ഈ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് പിന്നെ ആഫ്റ്റർ എഫക്ട്സ് അത് ഇതല്ലോ ആഫ്റ്റർ എഫക്ട്സ് എല്ലാം നല്ലതാണ് പക്ഷെ വീഡിയോ എഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒന്ന് പ്രീമിയർ പ്രോ ഒന്ന് ഫൈനൽ കട്ടുമാണ് ആഫ്റ്റർ എഫക്ട്സ് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ എന്താ പറയാ അതിനിപ്പോ എന്താ പറയാ ഒരു മോഷൻ ഗ്രാഫിക്സ് അങ്ങനത്തെ എല്ലാം ചെയ്യാനാണെങ്കിൽ ഓക്കെ ആഫ്റ്റർ എഫക്ട്സ് പിന്നെ അതിൽ മാത്രമല്ല അതിൽ എക്സ്പോർട്ടിങ് അതിൽ ഭയങ്കര ടൈം എടുക്കും ഭയങ്കര പണിയാണ് നിങ്ങൾ പക്ക വീഡിയോ എഡിറ്ററായിട്ട് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ പോട് പ്രീമിയർ പ്രോ ഫൈനൽ കട്ട് പിന്നെ ഡാവിഞ്ചും പഠിച്ചോ കാരണം കളേഴ്സിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റാണ് നല്ല കളേഴ്സ് ഡാവിഞ്ചിൽ നിന്ന് നേരെ കളർ ചെയ്യുക നേരെ ഇപ്പുറത്തേക്ക് ഇടുക പ്രീമിയറിലേക്ക് ഇട്ടിട്ട് ബാക്കി പരിപാടി നിങ്ങൾ ഈ കാണുന്ന ഈ ഫിലിം മൂവീസ് ഒന്നും ഈ ആഫ്റ്റർ എഫക്ട്സിലൊന്നും എഡിറ്റ് ചെയ്തിട്ട് വരുന്നതെന്നല്ല ഒന്നിക്ക് ഫൈനൽ കട്ടായിരിക്കും അല്ലെ പ്രീമിയർ പ്രോ ആയിരിക്കും പ്രീമിയർ പ്രോ തന്നെ മെയിൻലി പ്രീമിയർ പോലെ തന്നെ എല്ലാ കുന്തും ഉണ്ട് അത്യാവശ്യം അല്ലേ കോംപ്ലിക്കേറ്റഡ് അത് തന്നെ പക്ഷെ ഇപ്പൊ പഠിക്കാൻ പോകുന്നവർക്ക് കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവില്ല പണ്ടത്തെ പോലെ ഡാവിഞ്ചിയും പ്രീമിയർ കമ്പയർ ചെയ്താല് ഡാവിഞ്ചിയിൽ ഒറ്റ ക്ലിക്ക് നടക്കുന്ന സാധനം ഇവിടെ നെക്സ്റ്റ് എല്ലാം ചെയ്ത് മറ്റേ അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻ പണ്ടാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പണ്ട് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീഡിയോ എടുക്കുന്നു എനിക്ക് ഇതിന്റെ ISO കുറക്കാൻ അറിയില്ല ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കണം ഹൗ ടു കുറക്കൽ ISO യൂട്യൂബിൽ ഒരുത്തനും അതിന്റെ വീഡിയോ എടുക്കില്ല അതിന് ഉത്തരം ഇല്ല നേരെ മറിച്ച് ഇപ്പൊ ChatGPT അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തതിന് ഓരോ പറഞ്ഞു ഈ ബട്ടണിലാകുന്ന ചരിത്രം മൊത്തം പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഈസിയാണ് അങ്ങനെ പറയുന്നില്ല നമ്മൾ വലിയ ബമ്പളക്കുന്നല്ല നമ്മൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ലെൻസ് വാങ്ങേണ്ടിയിട്ട് 600 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് ഞാൻ പെടാപ്പാട് വിട്ട് ഞാൻ ഫസ്റ്റ് ഗിംബൽ എടുക്കുന്ന എപ്പോൾ അറിയാം എനിക്ക് ഫോണിൻ്റെ ഗിംബൽ ഞാൻ +2 പഠിക്കുന്ന ടൈമാണ് ഫസ്റ്റ് ഫോണിൻ്റെ ഗിംബൽ എടുക്കുന്നത് അന്നേരം 6000 ഉറുപ്പ്യ ഓസ്മോൻ്റെ ഗിംബൽ ഞാൻ എടുത്തിട്ട് ഫോണിലെടുക്കുന്ന ഗിംബൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാനത് വിൽക്കുകയും ചെയ്തു അന്നേരം എനിക്ക് വലിയ യൂസായിട്ട് തോന്നിയിട്ടില്ല ഇപ്പം അല്ലേ ഫോണിൽ മംഗളത്തിന് വീഡിയോ എടുക്കുന്ന നല്ലൊരു പ്രൊഫഷനായി മാറിയത് പണ്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിട്ട് എടുക്കുന്നു ഇടുന്നു പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ പണ്ട് വരുമാനമില്ലേ ഫോണിൽ എടുക്കുന്നു എനിക്ക് വരുമാനമൊന്നുമില്ല ഇപ്പാന്ന് കാരണം ഇപ്പോൾ നല്ല ക്വാളിറ്റി ഔട്ട്ഫിറ്റൊക്കെ ഉണ്ട് ഇത്ര സിമ്പിളായിട്ട് എടുക്കുന്നു ലോഗ് വരെ ഉണ്ട് ഫോണിൽ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ലെൻസും ഒരു 2 റിഗെല്ലാം ഒന്ന് മറ്റേ ഇവൻ പറഞ്ഞ പോലെ റിഗെല്ലാം പിടിച്ചെടുക്കുകയാണെങ്കിൽ ആയി പ്രൊഫഷണലായി ഉണ്ടാവുന്നില്ല ഇതെല്ലാം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ വേണം ഇതെല്ലാം തുടങ്ങാൻ നിങ്ങൾക്ക് തെറ്റുകാരനുണ്ടെങ്കിൽ ആ തെറ്റുകാരനെ മാത്രമാണ് ഫോണും തുടങ്ങിയിട്ടാണ് ഇതുവരെ എത്തി എന്ന് പറയുമ്പോൾ എത്ര കൊല്ലം മുന്നേ തുടങ്ങിയ ഏകദേശം ടൈം എടുക്കും ഇപ്പോഴത്തെ പ്രശ്നം ഇവർക്ക് ചിലപ്പോൾ നമ്മളെ 10,000-ാമത്തെ ഫോട്ടോ നമ്മളെന്നല്ല ഒരു സക്സസ്ഫുൾ ആയ ഫോട്ടോഗ്രാഫറെ നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയുന്നില്ല ഡ്രൈവിംഗ് പോലെ തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫി എടുത്തോണ്ടിരിക്കുമ്പോൾ പഠിച്ചോണ്ടിരിക്കുക ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല നിങ്ങളിപ്പോൾ ഒരു സക്സസ്ഫുൾ ആയ ഒരു ഫോട്ടോഗ്രാഫർ അത് നിങ്ങളുടെ മൈൻഡിൽ ആരാണ് വരുന്നത് അവരെ വിചാരിക്കുക അവരെ 10,000-ാമത്തെ ഫോട്ടോ ആയിരിക്കും നിങ്ങൾ 1ാമത്തെ ഫോട്ടോ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടാ ഇതെന്ത് രസമുണ്ട് ഇതൊന്നും ഞാൻ അടുത്ത് അങ്ങനെയല്ല എന്റെ കേസിൽ ഒന്നിക്കിൽ ആ ഫീച്ചർ കിട്ടിയ ഫോട്ടോ ഒരു മോട്ടിവേഷൻ കിട്ടി അല്ലെങ്കിൽ ആ മറ്റേ ഉറുമ്പിന്റെ ഫോട്ടോ ഉറുമ്പിന് എന്തായാലും മോട്ടിവേഷൻ കിട്ടി എനിക്കും കിട്ടീന് ഇപ്പൊ മാക്രോ ചെയ്യാത്ത ആൾക്കാർക്കും മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും ആൾക്കാർ ഇതെങ്ങനെ എടുത്തതെന്ന് സെപ്പറേറ്റ് ലെൻസ് വെച്ചിനോ സ്കൈവിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് പിന്നെ അത് വാങ്ങിച്ച് അത് വെച്ച് ആൾക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങി നല്ല കാര്യം സ്കൈവിക്ക് ഇപ്പൊ ഉണ്ടാ ഇപ്പം എന്തിന് ഇപ്പൊ ഫോണിൽ തന്നെ മാക്രോ വരുന്നില്ലേ ശരിയല്ലേ ഐഫോണിൽ ഉണ്ടല്ലോ മാക്രോ മോഡ് നിങ്ങൾ ആലോചിക്കണോ റിയൽമി iPhone 6 നിങ്ങൾക്ക് ഇപ്പം തന്നതിന് നിങ്ങൾ അപ്പോഴും ഒഴിവാക്കി വിടൂലേ അത് 6 ആന്ന് പറയൂലേ അതൊന്നല്ല ഇപ്പൊ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം ഇനി അത് ഐഫോൺ ഉപയോഗിക്കുന്നത്
16 Pro. ഇതിന്റെ കഥ വേറെ ഉണ്ട്. എന്നാ അതിന്റെ കഥ പറയാം. അതും ഇൻസ്പിറേഷനാ. അതിന്റെ കഥ പറയാം. ഇതെനിക്ക് കിട്ടി, ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്, ഐ മീൻ പ്രൈസ് കിട്ടിയത്. എങ്ങനെ? ബിൻഗാത്തി. ബിൻഗാട്ടി, ആ മറ്റേ കോമ്പറ്റീഷൻ ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഇവിടെ ഒരു ബിൻഗാട്ടിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ്. ബിൻഗാത്തി ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡെവലപ്പേഴ്സ്. ആ ഡെവലപ്പ് നിങ്ങൾക്ക് MR എല്ലാം ആയിരിക്കൂലേ, കൺസ്ട്രക്ഷൻ ക്യാമറ. അതുപോലെ തന്നെ ബിൻഗാട്ടി, MR ശോഭയെല്ലാം പോലെ തന്നെ. ബിൻഗാത്തി കൊല്ലം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് വെക്കും. ഇപ്പം നിർത്തി, ഇപ്പം എന്താ അറിയില്ല, ഓർ കുറേ ബിൽഡിംഗ് എടുക്കുന്നത് തിരക്കില്ല, അപ്പോൾ ഇതൊന്നും നടത്തിയില്ല. പണ്ട് കൊല്ലം വെക്കും. ഞാൻ ഒരു കൊല്ലം ട്രൈ ചെയ്ത് കിട്ടിയില്ല. രണ്ടാമത്തെ കൊല്ലം ക്ലിക്കായി, ഒരു ഫീച്ചർ ചെയ്ത്, പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, ഒരു ഐഫോൺ കിട്ടി, പിന്നെ ഇവന്റിന് വിളിച്ച്, അതൊക്കെ തന്നെ. എന്തായിരുന്നു ഇവരെ ബിൽഡിങ്ങിന്റെ ആർട്ട് ബെസ്റ്റായിട്ട് കാണിക്കുക, അതാണ് സബ്ജക്റ്റ്. പക്ഷെ അതിൽ ഇനിയൊരു അറബി ലുക്കിൽ ലഭിച്ച അറബി ഉണ്ട്, ഒരു അപായിട്ട പെണ്ണുണ്ട്. എനിക്ക് അറബീനെ നിർത്തിച്ചിട്ട് ബാക്ക് വ്യൂവിൽ ഒരു ഫോട്ടോ ഇല്ലേ, അതിനാ ഇത് കിട്ടിയ, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായി. അതിന് ഇത് കിട്ടി. പിന്നെ വേറൊരു അപായിട്ട പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടി. ബെസ്റ്റ് 100 ഷോട്ടിന് സർട്ടിഫിക്കറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ അവന്റെ ഒരു ബാക്ക് വ്യൂ, ആ ഒരു ഓറഞ്ച് കളർ ബിൽഡിംഗ് ആണ്, ഓറഞ്ച് ഷെയ്ഡ് വരുന്നത്, ഓറഞ്ച് ക്രീം കളർ പ്ലസ് വരുന്നത്. അത് നല്ല ഫോട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്തായാലും കോളേജ് ഓഫ് കോമേഴ്സ് പഠിച്ചു. എന്താണ് പഠിച്ചേ? ബിസിനസ്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഒരു കാര്യമില്ല, BBA. ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടി കാണിക്കാൻ, ഇതാ എൻ്റെ അടുത്ത് ഡിഗ്രി ഉണ്ട്, കാണിക്കാം. ഞാൻ പഠിച്ച CMA ആണ്, CMA, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ലൈക്ക് CA. അതും ഇതും തമ്മിൽ ഫോട്ടോഗ്രാഫി യാതൊരു ബന്ധമില്ല. ചെറിയ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, പിന്നെ അതായത് ബിഗിനേഴ്സ് ആണ് അയക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനാണെങ്കിൽ അയക്കും. ഞാനും ഫസ്റ്റ് ടൈം ഇവിടെ UAE വന്നൊരു എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തു DXP ഫോട്ടോഗ്രാഫർ. എല്ലാവർക്കെല്ലാം ഞാനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ എനി വേക്കൻസി, ബ്രോ എനി വേക്കൻസി, ബ്രോ എനി വേക്കൻസി. തപ്പിയാൽ ചിലപ്പം കിട്ടും, ഞാൻ വന്നവിടെ അയച്ചല്ലോ. അതേപോലെ തന്നെ പിള്ളേർ അയക്കുന്നുണ്ട്, ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, ഏത് ഇതെടുക്കേണ്ടത്, പഠിപ്പിച്ചു തരുമോ. ഞാൻ പറഞ്ഞു, ബ്രോ മുത്തേ ടെക്നിക്കലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ, അല്ലാണ്ട് ഇനി കലാപരമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂല. അതിന് ശരിക്കും ഈ ഫോട്ടോഗ്രാഫിക്ക് കോഴ്സ് ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കോഴ്സ് എടുത്തിട്ടാണ്. അതന്നെ ഞാൻ കണ്ടെടുത്തോലെ ആര് കോഴ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടോ ആരും പണിക്കും പോകുന്നില്ല. ഐ മീൻ ഫോട്ടോഗ്രാഫി ഫീൽഡ് സ്കില്ല് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇപ്പം തന്നെ ഒരു ജോബ് ഇൻ്റർവ്യൂക്ക് പോയാൽ ഓറിൻ്റെ അടുത്ത് നീ എവിടെയാണ് ഫോട്ടോഗ്രാഫി പഠിച്ച്, എവിടെ വീഡിയോഗ്രാഫി പഠിച്ച് ചോദിക്കൂല. നേരെ കുറച്ച് ഒരു ടാസ്ക് തരും, ഇതാ ഈ വണ്ടീൻ്റെ ഷൂട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീൻ്റെ ഫോട്ടോ എടുക്കും. അത് നീ നിൻ്റെ സ്കില്ല് വെച്ചിട്ട് എടുക്കണം. പിന്നെന്താ, അത് റിസൾട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കുക. അവർക്ക് ഇഷ്ടമായാൽ ഓക്കെ, യു ആർ ഹൈഡ്. അവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല, നിൻ്റെ സ്കില്ലാണ്. അപ്പോൾ കുറേ ആൾ വിചാരം എന്താണ്, അവിടുന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് അവിടുന്ന് പഠിച്ച് ഫോട്ടോഗ്രാഫി ഇതെല്ലാം എടുത്താലാന്ന്. ശരിക്കും പറഞ്ഞാൽ പഠിച്ചാലൊന്നും കിട്ടും, ഒരു ടെക്നിക്കൽ നോളേജ് കിട്ടും. ക്യാമറ ISO എന്താ, ഷട്ടർ സ്പീഡ് എന്താ, പിന്നെ ഫോക്കൽ എന്താ, അതെല്ലാം പഠിക്കാം. അല്ലാണ്ട് ഈ ഫ്രെയിമിങ്ങിലോ അല്ലെങ്കിൽ മറ്റേ കളർ ഗ്രേഡിങ് അതെല്ലാം സ്വന്തം തന്നെ ചെയ്ത് പഠിച്ച് എററെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ തന്നെ പഠിക്കണം. വെറുതെ സ്കൂളിൽ പോയി പഠിച്ചിട്ട് കാര്യമില്ല. അതെ, ശരിയല്ലേ? സ്വിമ്മിങ് പോലെ തന്നെ. സ്വിമ്മിങ് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ട്യൂഷൻ സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് നീന്താൻ പഠിക്കാൻ പറ്റില്ലല്ലോ. നീന്തി പഠിച്ചാലല്ലേ നീന്താൻ പഠിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഇത് ഫോട്ടോ എടുത്ത് പഠിച്ചാലേ ഫോട്ടോ എടുക്കാൻ പഠിക്കുള്ളൂ. ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക, ക്യാമറ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക, അതൊക്കെ പഠിക്കുക. പക്ഷെങ്കിൽ നല്ലൊരു ഫ്രെയിമിങ്, ലൈറ്റിങ്, ഇതൊക്കെയാണ് ഫോട്ടോഗ്രാഫി. കണ്ണ് ഞാൻ ഈ മുമ്പിലത്തെ വീഡിയോ പറഞ്ഞ ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ കണ്ണാണ്. നമ്മളൊരു സംഭവം എങ്ങനെ കാണുന്നു, നല്ലൊരു ഒരു ഒബ്സർവറാ. നമുക്ക് ഈ മരങ്ങൾ ആടിക്കളിക്കുന്നു, ആ ആടുന്നതിൻ്റെ വിഷ്വൽ എടുക്കാൻ നമുക്ക് ഉള്ളിൽ നിന്നൊരു ത്വര വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഉണ്ട്, അതായത് ഫോട്ടോഗ്രാഫിയോട് ത്വര. അല്ലെങ്കിൽ ഇനി പോയിട്ട് കാര്യമില്ല, ഇനി BBA BCom എന്താണെന്ന് വെച്ചാൽ പഠിച്ചോ. അതാണ് ഫോട്ടോഗ്രാഫി പറയാനുള്ളത്. ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി, എന്താ, അടിപൊളി ഫീഡാണ് ബ്രോ, യു ഹാവ് അമേസിങ് ഫീഡ്, വെരി ഗുഡ് പിക്ചേഴ്സ്, അങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നത് വിച്ച് ക്യാമറ യു ആർ യൂസിങ് ആൻഡ് ഹൗ യു ഗെറ്റ് ദിസ് കളർ, വിച്ച് പ്രീസെറ്റ് എന്നല്ല. അതെ, ചില ആൾക്കാർ ഇതിനെന്നാ ചെയ്യണ്ടേ, പ്രീസെറ്റും ക്യാമറയും. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം ഏത് ക്യാമറ യൂസ് ചെയ്യുന്നത്. ആ ഒരു ക്യാമറയിൽ ഒരു കാര്യമില്ല. ഓൻ വിചാരിച്ചെന്നാ ആ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തെന്നാ ആ പിക്ചർ ഞാൻ റീസെൻ്റ്ലി എടുത്തത്. ശരിക്കും അത് ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ഐഫോൺ റോ ഷൂട്ട് ചെയ്ത് നല്ല ഗ്രേഡ് ചെയ്യാൻ നല്ലതായിരിക്കും, ഡീറ്റെയിൽസ് ഫുള്ളായി കിട്ടും. അങ്ങനെ നാച്ചുറലി ഞാൻ എന്താണോ കണ്ടത് അതേപോലെ ഞാൻ ഗ്രേഡ് ചെയ്തെടുത്ത്. ഈ ചങ്ങ ചോദിക്കുന്ന ഡ്രീമി ലുക്ക് എങ്ങനെ കിട്ടി എനിക്ക്, നീ ഏതാ മറ്റേ ഫിൽറ്റർ ഉപയോഗിച്ചേ? ഫിൽറ്റർ ഞാൻ ജീവിതത്തിൽ ഫോട്ടോ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞത് ചെറിയ ആൾക്കാരുണ്ട്, ഒന്നും പറയണ്ടാവില്ല, 8 അയച്ചു തരുമോ, പ്രീസെറ്റ് അയച്ചു തരുമോ, തേങ്ങയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചും എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള പ്രശ്നമോ നമുക്കേ അറിയാവൂ. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ ഇപ്പം ഇവിടെ കാണിച്ചു തരാം, എൻ്റെ ലൈറ്റ് റൂമിൽ ഒരൊറ്റ പ്രീസെറ്റ് ഉണ്ടാവില്ല.
ലൈറ്റ് റൂമിൽ ഉണ്ടാവില്ല, മറ്റേ ലെറ്റ് ആയിക്കോട്ടെ ലെറ്റും ഉണ്ടാവില്ല, ഒന്നുമില്ല. പ്രീസെറ്റിൽ കാര്യമില്ല. പ്രീസെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കിട്ടി, ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചാണ് പ്രീസെറ്റ്, ഓക്കെ, ഞാൻ എന്താക്കി, ഞാൻ ഇപ്പോൾ ചെയ്ത് എഡിറ്റ് അത് ഞാൻ PNG ആയിട്ട് സേവ് ചെയ്ത് അത് നിങ്ങൾക്ക് അയച്ചത് നിങ്ങൾക്ക് പ്രീസെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ എങ്കിൽ പിന്നെ നിങ്ങൾ ആ എഡിറ്റിംഗ് പഠിക്കില്ല. നിങ്ങളെപ്പം പ്രീസെറ്റ് എഡിറ്റിംഗ് പഠിക്കുന്നില്ല. പണ്ട് ഈ ചങ്ങയില്ലേ സാം കോൾഡർ എന്ന് പറഞ്ഞേ, ഓന്റെ ബാക്കിൽ കുറെ ആൾ പോയിന്. ഓൻ ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ ടീൽ എഫക്ട് അതെല്ലാവരും വീഡിയോയിൽ കൊണ്ടുവരും. പക്ഷെങ്കിൽ ഒറിജിനാലിറ്റി ഇല്ല. ഈ ബ്ലൂ ടീലെല്ലാം എവിടെയാണ് നാച്ചുറലായിട്ട് കിട്ടുക? ഇല്ലല്ലോ. പക്ഷെ അതിൽ മടുപ്പടിക്കും, അതിനൊന്നും ലൈഫില്ല. ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ നമ്മളെ ഇപ്പൊ പറഞ്ഞ പോലെ കണ്ണിലൂടെ കാണുന്ന എങ്ങനെയാണ് കണ്ണിലൂടെ കാണുന്നത്. പക്ഷെ അത് നമ്മൾ കണ്ണിൽ കാണുന്ന കളർ ചിലപ്പോൾ ക്യാമറ കിട്ടൂല. അപ്പോൾ ആ കണ്ണിൽ എന്താണ് നമ്മൾ കണ്ടത് അതേപോലെ ക്യാമറയിൽ ഐ മീൻ എഡിറ്റിംഗിൽ ചെയ്തെടുക്കലാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് കുറേ മറ്റേ ടീൽ എഫക്റ്റ് മറ്റേ ഫോട്ടോഷോപ്പ് ചെയ്ത് ബാക്കിൽ ക്ലൗഡ് ഏറ്റാ സൂര്യൻ വെക്കാ ഒന്നല്ല. ഐഫോൺ ആണെങ്കിൽ എപ്പോൾ ഒരു കോൺട്രാസ്റ്റ് കുറച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ല, ഒരു സമയം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിന്റെ കാലം. അന്നേരം എല്ലാം ബാക്ക്ഗ്രൗണ്ടെല്ലാം മാറ്റി ഇങ്ങനെയുള്ള ഫോട്ടോ എല്ലാം ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് മുറിച്ച് വെച്ചിട്ട് ഫോളോ ഫോർ ഫോളോ, ലൈക്ക് ഫോർ ലൈക്ക്, ഡു സപ്പോർട്ട് പ്ലീസ്, അതൊക്കെ ഓർമ്മയില്ല. 2000 ഫോളോവേഴ്സ് ഉണ്ട് എന്റെ ഫേസ്ബുക്കിൽ. അന്നേരം മറ്റേ അജ്മൽ ഖാനിലും തരംഗ അംജദ് മൻസൂർ. നിങ്ങൾ കാലത്തിന്റെ പോക്ക് നോക്കി, അന്നേരം അജ്മൽ ഖാൻ നോക്കിയിട്ട് ഓൻ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കും, അമ്മക്കെല്ലാം ഭയങ്കര ഇങ്ങനെ നിൽക്കും. അജ്മൽ ഖാൻ വെച്ചെങ്കിൽ ആ അജ്മൽ ഖാൻ്റെ ഒപ്പം നമ്മളിപ്പോ ഇവിടെ ഫോട്ടോ എടുക്കാൻ വർക്ക് ചെയ്യല്ലേ, ഇതാണ് ചേഞ്ച് അജ്മൽ ഖാൻ. അത് അജ്മൽ ഖാൻ എന്ന് വെച്ചാൽ അതായത് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഫേസ്ബുക്ക് ഞാൻ സ്റ്റുഡിയോ പോക്കുണ്ട്, അതാണ് പോക്കുണ്ട്. സ്റ്റുഡിയോ പോയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കയ്യിലേടാക്കി തരും നിങ്ങൾക്ക്. ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെക്കും, ബാക്ക്ഗ്രൗണ്ട് മുറിക്കും, എൻ്റെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇരുട്ട ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതിൻ്റെ ലോഗോ എടുത്തിട്ട് അതിങ്ങനെ പറക്കുന്നുണ്ടാവും. ആ ഫോട്ടോ കിട്ടിക്കണ്ടായി കാണിച്ചു തരാം. അന്നേരം ഞാൻ സ്റ്റുഡിയോ പോകും, അജ്മൽ ഖാൻ്റെ ഓരോ ഫോട്ടോ എടുത്തിട്ടാ, അജ്മൽ ഖാൻ്റെ ഫോട്ടോ എടുത്ത് ഇതേപോലെ ആക്കി തരുമോ, ഇതേപോലെ ആക്കി തരും, മുടി ഇങ്ങനെ പിക്സാർട്ടിൽ അങ്ങനെ ഓക്കെ. ഞാൻ മറ്റേ അജ്മൽ ഖാൻ ഞാൻ ഇങ്ങനെ ഒരു നിൽക്കുന്ന ഫോട്ടോ ആണ് ബീച്ചിൽ നിന്ന് എടുത്തത്. ബോട്ടിന്റെ മറ്റേ പൂയി എടുക്കുന്ന സാധനല്ലേ അത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ചങ്ങായി ഏതോ എഡിറ്റർ കൊടുത്തിയാ, ചങ്ങായി ബാക്കിൽ ഫുൾ കടലു മറ്റേ പൈററ്റ്സ് ഓഫ് കറേബ്യൻ മൂവി ഇല്ല അതിന്റെ പോസ്റ്റർ ആയി തന്നു. മുടിയെല്ലാം പറക്കുന്നു. അന്നേരം സബ്സ്ക്രിപ്ഷൻ ഇല്ലല്ലോ പിക്സാർട്ടിനൊന്നും. പിക്സാർട്ടല്ലേ ഇവർ ഫോട്ടോഷോപ്പിൽ അല്ല, അന്നേരം പിക്സാർട്ടിന് പെയ്ഡില്ലല്ലോ. അന്നേരം പിക്സാർട്ട് തന്നെയാണ് ഫോണിൽ കളിക്കുന്നതാണ് മെയിൻലി ചെയ്യല്. മുടി സ്ട്രൈറ്റ് ചെയ്യാൻ ബെസ്റ്റാ പിക്സാർട്ട്, മുടി സ്മൂത്ത് ആക്കി എടുക്കാനും സൂര്യൻ ആഡിയാൽ എല്ലാത്തിനും പിക്സാർട്ട് അടിപൊളി. അന്നേരം ഇപ്പൊ ആണ് അയ്യോ, ഇപ്പൊ ആള് മെയിൻലി ലൈറ്റ് റൂം തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സാം കോൾഡർ എന്ന് പറഞ്ഞില്ല, അതിന്റെ ബാക്കിൽ ആൾക്കാർ ഓടാൻ തുടങ്ങി. സാം കോൾഡർ ഒരു പ്രീസെറ്റ് ഇറക്കി, എന്തോ ക്ലാസ് എന്തോ പ്രീസെറ്റ് ഇറക്കി, എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്ത് പൈസ എല്ലാം കൊടുത്ത് ഷെയറിൽ ഇട്ട് ഡൗൺലോഡ് ചെയ്തു. ബ്ലൂ ടീൽ ഓറഞ്ച്. അതെന്താ പ്രശ്നം എന്നറിയോ, എല്ലാവരും പോയിട്ട് ഷെയറിലിട്ട് അവൻ്റെ ഡോളറില്ലേ അന്നേരം ഭയങ്കര പൈസ, ഷെയറിലിട്ട് പ്രീസെറ്റ് എടുത്തിട്ട് ഈ നാട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ ഒക്കെ ഇട്ട് നോക്കുമ്പോൾ ഉണ്ട് എന്തോ മാതിരി ആയിപ്പോയി. ഓനെടുക്കുന്ന മറ്റേ ന്യൂയോർക്കും ലണ്ടനിലുള്ള ഫോട്ടോ അതിൽ ഈ ടീൽ ഓറഞ്ച് ഇട്ടാൽ നല്ല രസമാണ്. സാം കോൾഡർ മെയിൻ യൂട്യൂബ്. ഇപ്പൊ സാം കോൾഡറിനെ പോലത്തെ കുറെ കോൾഡർ ഉണ്ട്, ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്. സാം കോൾഡർ ഇവിടെ ഇവൻ ദുബായിൽ വന്നിട്ട് ആൾക്കാർ മീറ്റ് ചെയ്തില്ല. അന്നേരം എല്ലാരും എനിക്കൊന്ന് ഫൈസാനിലോന്റെ മെയിൻ ആളായിരുന്നു അല്ലേ. സാം കോൾഡർ നിൽക്കുന്ന പോലെ അവന് മറ്റേ കയ്യിലെല്ലാം നിൽക്കും. ഫൈസാൻ എടുത്തെടുത്ത് പറയണമെന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടൈമില് വീഡിയോയില് നല്ലൊരു ക്രിയേറ്റീവായിട്ട് കട്ട് ചെയ്യുന്ന ഓനെ അന്നേരം തലശ്ശേരി എൻ്റെ അറിവിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഓന്റെ മെയിൻ ഒക്കെ എന്താ വെച്ചാൽ അറിയോ, നമ്മളിപ്പോ വീഡിയോ ഒരു 40 സെക്കൻഡ് വീഡിയോ ആയിരിക്കും, 40 സെക്കൻഡ് ഒരു 20 സെക്കൻഡ് കണ്ടുകൊണ്ടിരിക്കും, 25ാമത്തെ സെക്കൻഡിലായിരിക്കും ഓന്റെ ലോഗോ വരിക, ഒരു ബ്ലാക്ക് ആയിട്ട് വീഡിയോ പോയി ഫൈസാൻ പീച്ച്. എന്നിട്ട് പിന്നെ അത് ഓന്റെ അടിപൊളിയാ. പിന്നെ തന്നെ ഞാൻ നോട്ട് ചെയ്ത കാര്യം കേട്ടോ, ഫൈസാൻ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അന്നേരം ആരും ഇല്ല, ഇപ്പൊ കുറെ ആളായി, ഇപ്പൊ എന്ന് വെച്ചാൽ ക്യാമറ ആംഗിൾസും ഫ്രെയിംസും ഒന്നും ആർക്കും നോക്കണ്ട. എഡിറ്റില്ലെങ്കിൽ കുറെ SFX വേണോ, കുറെ ട്രാൻസിഷൻ വേണം, കുറെ SFXും കുറെ ട്രാൻസിഷനും ഉണ്ടെങ്കിൽ അത് ഭയങ്കര വീഡിയോ എന്നല്ല അതിന്റെ അർത്ഥം. ഒരു പൂച്ച വായുന്ന ഒരു ക്ലിപ്പായിരിക്കും, അവിടെ 400 SFX ഓനിടും. എന്തിന് അതിന്റെ ആവശ്യം എനിക്കറിയില്ല. ചിലപ്പോൾ അതിന്റെ ഫാൻസ് ആയിരിക്കും നിങ്ങളല്ലേ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഇവനാരായാലും പറയാന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്തിനാന്നാ ചോദിക്കുന്നത്. അതിലൊന്നും ഒരു ഇതിലുള്ള ആൾക്കാരെ പേടിപ്പിക്കല്ലേ നിങ്ങൾ ഉദ്ദേശം. ഒരു വീഡിയോ എനിക്കുള്ള ഒരു സിനിമാറ്റിക് ലുക്കുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടം. ഈ സിനിമാറ്റിക് എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ 4 സൈഡ് ബ്ലറല്ല ഉദ്ദേശിച്ചത്. സിനിമാറ്റിക് എന്ന് വെച്ചാൽ നമുക്കൊരു ക്ലിപ്പ് കണ്ടില്ല, അതിലൂടെ ഒരു സ്റ്റോറി നമുക്ക് പാസ്സാവണം, ഒരു ബുക്ക് പോലെ ഇരിക്കണം, വിഷ്വൽ സ്റ്റോറി.
ഒരു ഒരു പിക്ചർ എന്ന് വെച്ചാൽ ഫ്രെയിംഡ് മെമ്മറീസ്, ഫ്രെയിംഡ് സ്റ്റോറീസ്, അതൊക്കെയാണ് ഒരു ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ഒക്കെ ആണ്. അതിൽ നിങ്ങൾ സബ് ടൈറ്റിൽസിൻ്റെയോ വോയിസ് ഓവറിൻ്റെയോ ആവശ്യമില്ല. നമുക്ക് ആ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാണ് അയാൾ എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചത്. അതാണ് യഥാർത്ഥ സിനിമാറ്റോഗ്രാഫർ. വീഡിയോഗ്രാഫർ അല്ല, സിനിമാറ്റോഗ്രാഫർ. വീഡിയോഗ്രാഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പിന്നെ ക്യാമറേനെ ടെക്നിക്കലി എല്ലാം നോളജ് ഉണ്ടെങ്കിൽ അയാൾ ഒരു വീഡിയോഗ്രാഫർ എന്ന് പറയാം. പക്ഷേ ഈ ക്യാമറ തൂക്കി നടക്കുന്ന എല്ലാവരും സിനിമാറ്റോഗ്രാഫറാണെന്നല്ല. ഞാനും വലിയ സിനിമാറ്റോഗ്രാഫർ ഒന്നുമല്ല, ഞാനൊരു വീഡിയോഗ്രാഫറാണ്. സിനിമാറ്റോഗ്രാഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ പൊസിഷനാണ്. അതിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ എന്ന് വെച്ചാൽ ഭയങ്കര വാല്യൂ ഉള്ളൊരു ടാഗാണ്. സിനിമാറ്റോഗ്രാഫർക്ക് ചിലപ്പോൾ സിനിമ എടുക്കുന്ന ആളല്ലേ അതന്നെ സിനിമ അല്ലല്ല, സിനിമ തന്നെ എടുക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ എടുത്താലും സിനിമാറ്റിക് ഒരാൾക്കൊരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഇപ്പൊ മൂവിയിൽ കാണില്ലേ സിനിമാറ്റോഗ്രാഫർ ലിറ്റിൽ സാം എന്നെല്ലാം പറയും. അതിപ്പോ എനിക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ ഒരു മിനിറ്റുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ എടുത്താൽ ഇനി സിനിമാറ്റോഗ്രാഫറാണ്. പക്ഷെ ആ വിഷ്വലിലൂടെ തോന്നണം, ആ വിഷ്വലിലൂടെ ലൈറ്റിംഗ് എല്ലാം ഒരു ഇമ്പോർട്ടൻ്റ്. സിനിമാറ്റോഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈറ്റിംഗ് നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്യുന്നു, അതാണ് സിനിമാറ്റോഗ്രാഫർ. ഇപ്പൊ ചില ആൾക്കാരുണ്ട് ക്യാമറ തൂക്കി നടക്കുന്നില്ല, ബ്രോ എന്താ ചെയ്യുന്നത്, ഞാൻ സിനിമാറ്റോഗ്രാഫറാണ്. ഞാൻ ചോദിച്ചാൽ അതെയാ ഓക്കെ, അന്വേഷിച്ചപ്പോൾ ഞാൻ വീഡിയോഗ്രാഫറാണ്. ഇൻഫ്ലുവൻസർ. അത് വേറെ കാര്യം. ഈ 10,000 ഫോളോവേഴ്സ് ഉള്ള എല്ലാ ആൾക്കാരും ഇൻഫ്ലുവൻസർ ആണെന്നൊരു ധാരണ ഉണ്ട്. നിങ്ങൾ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഞാൻ എന്നാന്ന് എൻ്റെ ചങ്ങായി നാട്ടിൽ നിന്ന് വിളിച്ച് അബദ്ധവശാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിക്കില്ല, ഞാൻ ബാത്റൂമിലാറ്റായിരുന്നു. ഞാനൊരു 10 മണിക്കൂർ എന്നെ ഓനെ തിരിച്ച് വിളിച്ച് ഫോൺ ചോദിക്കുക, നിങ്ങൾ വല്ല പമ്പരായിപ്പോയി, ഒരു 20,000 ഫോളോവേഴ്സ്, നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസർ. നമ്മൾ ഇൻഫ്ലുവൻസാ, നിങ്ങൾ ഈ ഭർത്താനാണ് എല്ലാ ആൾക്കാരും. ഇതെന്ന് വെച്ചാൽ ഈ 10,000 20,000 ഫോളോവേഴ്സ് ഉള്ള ഓൻ നിങ്ങൾ എന്ത് തേങ്ങ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ദം ഇൻഫ്ലുവൻസർ. അല്ലാണ്ട് നാട്ടിലുള്ള എല്ലാവരും മൊത്തം ഓനെ ഇൻഫ്ലുവൻസറാക്കി പിടിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഇപ്പം ഞാനായിക്കോട്ടെ ഇവരായിക്കോട്ടെ, നമ്മളൊന്ന് ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഒരാൾക്ക് ഇവൻ്റെ ഫീഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഓനിക്ക് ഇവൻ ഇൻഫ്ലുവൻസറാണ്. അല്ലാണ്ട് ഈ ഇന്ത്യയിലെ 131 കോടി ജനങ്ങൾക്ക് ഇവൻ ഇൻഫ്ലുവൻസർ ആയിക്കൊള്ളുന്നില്ല. ഈ ഇൻഫ്ലുവൻസർ തന്നെ ഒരു പരിപാടി നടത്തി ഇൻഫ്ലുവൻസർ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പരിപാടി എടുത്ത് അവരെന്നെ പരസ്പരം അവാർഡ് കൊടുക്കും. ബെസ്റ്റ് യങ് ഇൻഫ്ലുവൻസർ, ബെസ്റ്റ് ഫീമെയിൽ ഇൻഫ്ലുവൻസർ. എന്തിന് ഇൻഫ്ലുവൻസർ? നിങ്ങളൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കാര്യം, നിങ്ങൾക്ക് അവൻ ഇൻഫ്ലുവൻസറാണ്. അല്ലാണ്ട് നാട്ടുകാർ മൊത്തത്തിലൊരു ടാഗ് ഇട്ടിട്ട് പൂജാനൊന്നും പറ്റുമെന്നില്ല ഇൻഫ്ലുവൻസർ എന്നുള്ള. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾ വിളിച്ചോ, കുഴപ്പമില്ല. കോണ്ടന്റ് ക്രിയേറ്ററാണ്, റീൽ ക്രിയേറ്ററാണ്, ഡിജിറ്റൽ ക്രിയേറ്ററാണ്, ഒരു ആർട്ടിസ്റ്റാണ്, അങ്ങനെ നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ ആർട്ടിസ്റ്റ് നിങ്ങൾ വിളിച്ചോ, അത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് മനക്കെന്തോ ഇൻഫ്ലുവൻസർ നമ്മൾ വിളിക്കാൻ ശരിയായ ഇൻഫ്ലുവൻസേഴ്സ് നൽകും. ഫോർ എക്സാമ്പിൾ അജ്മൽ ഖാൻ ഉള്ള യഥാർത്ഥ ഇൻഫ്ലുവൻസറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതേത് ടൈം പോയി, ആ ടൈം മുതൽ ഈ ടൈം വരെ നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നത് അതും ഫോട്ടോ ഇട്ടിട്ടാണ്, ഫോട്ടോ മാത്രം ഇട്ടിട്ട് ആ ടൈം മുതൽ ഈ ടൈം വരെ ഫേസ്ബുക്ക് ബിൽഡ് ചെയ്ത് ഓൻ്റെ ആ ഒരു കോമ്പറ്റീറ്ററായിട്ട് വേറെ അടുത്തും വന്നത് നമുക്ക് അറിയില്ല, വന്നിട്ടില്ല, വേറെ ആരും ഇല്ല. അതായത് ആ സമയത്തുണ്ട്, പക്ഷെ ഇത്ര ഇതിലെത്തിയില്ല. ആ സമയത്തുണ്ടായി, പക്ഷെ ഈ ഒരു ഐപ്പിലേക്ക് എത്തിയില്ല, വേറെ ആരും ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യ തന്നെ പറയാം, സൗത്ത് ഇന്ത്യയിൽ ബെസ്റ്റ് പബ്ലിക് ഫിഗർ ഇൻസ്റ്റാഗ്രാം മോഡൽ അജ്മൽ ഖാൻ. ഓക്കെ, പണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയ ആൾക്കാർക്ക് ചോദിച്ചാൽ മനസ്സിലാവും നമുക്ക് ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കാം. അല്ലാണ്ട് ഒരു 10,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഗിവ് വെച്ചാൽ മതി. എനിക്കായി 50,000 ഫോളോവേഴ്സ്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ഇട്ടിട്ട് ആ 2 വീഡിയോയുടെ എനിക്ക് കിട്ടിയത് 12,000 ഫോളോവേഴ്സാ. അത്രയേ ഉള്ളൂ. ചില ആൾക്കാർ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണോ, ഡെയിലി വീഡിയോ ഇടണം, പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാടാപ്പാട് പെടുന്നുണ്ട് നിൽക്കണ്ടേ. നിങ്ങൾ ഡെയിലി ഏത് ദിവസം പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ ക്യാമറയും തൂക്കിയിട്ട് നടക്കും, പരക്കപ്പാൻറ്റ് എന്തെങ്കിലും അങ്ങ് ഇടുക, അതിൽ കാര്യമില്ല. ക്വാളിറ്റി ഉള്ള നല്ല ഔട്ട്. വീക്കിലി 2 or 3 ഇടുക, 3 ഇട്ടാൽ അത്രയും നല്ല. ഞാൻ ലൈവ് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഡെയിലി ഇട്ടാലേ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഫോളോവേഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ടില്ല. ഇവിടെ മന്ത്ലി ഓരോ വീഡിയോസ് ഇടുന്ന എത്രയോ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. കാരണം നമ്മളിൽ നല്ല സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി. അല്ലാണ്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, ആരെല്ലാം വെറും പായവാക്കുക, എന്നാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങളെ കയറ്റി മയത്തു എന്നെല്ലാം പറഞ്ഞാൽ ആരെല്ലാം വെറുതെയാ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ചവിട്ടിത്താത്തേണ്ട സമയം കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇടലേ ഇല്ല. നമ്മളെ ഫീൽഡ് ശ്രദ്ധിച്ചേ എനിക്ക് മനസ്സിലോ. ഇവൻ വെറും ഫോട്ടോ ഇടലുള്ളൂ, ഞാൻ എന്നാലും വീഡിയോ ഇടും, ചപ്പും മുല്ലെല്ലായിട്ട് കുറച്ച് വീഡിയോ ഇടും. ഫോട്ടോ ഇട്ടിട്ട് കയറണമെങ്കിൽ ഭയങ്കര പണിയാണ്, ഫോട്ടോ മാത്രം ഇട്ടിട്ട് കയറാൻ. പിന്നെ അപ്പോൾ അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. ഇൻഫ്ലുവൻസേഴ്സ് ടാഗിനെ പറ്റി പറയാനുള്ളത് അതാണ്. പിന്നെ ദുബൈയിൽ ദുബൈയിൽ ഒന്ന് ഫസ്റ്റ് 2022 എങ്ങനെയാണ് ജോബ് കിട്ടിയത്? ജോബ് ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത. ഏത് കമ്പനി? അത് ഒരു ഡിസൈനിങ് കമ്പനി.
ഡിസൈനിങ് കമ്പനി ആയിരുന്നു ഷാർജയിൽ. എങ്ങനെ ഡിസൈനിങ്? അത് ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ഞാൻ വന്നത്. ഇവ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് എനിക്ക് ഓർമ്മ നേരെ ഗ്രാഫിക്കിൽ എനിക്ക് ഇൻട്രസ്റ്റ്. എനിക്ക് എന്തെല്ലാം വായിച്ചിട്ട് പോസ്റ്റർ ഉണ്ടാക്കി തരാനും ചോദിക്കലുണ്ട്. ഓർമ്മയുണ്ട്. ഗ്രാഫിക് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനർ പ്രശ്നം ഇതാ, നാട്ടുകാരെല്ലാം വന്നിട്ട് മോനെ ഇതൊന്നും ഉണ്ടാക്കി തരാം, പാർട്ടിക്കാർ വരും അപ്പുറത്തുനിന്ന്, മോനെ ഒന്ന് പരിപാടി ഉണ്ട്, എല്ലാത്തിനും നമ്മൾ ഇരുന്നോണ്ട് പൈസ വെച്ചാൽ പൈസ ഉണ്ടാവില്ല. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാരുണ്ട് ഒരു പരിപാടി ഉണ്ട്, മോൻ്റെ ബർത്ത്ഡേ ഉണ്ട്, മോളെ പങ്ങളെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അതിന് 2 ഫോട്ടോ തരുമോ? ഫോട്ടോ എടുത്ത് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ കാണുന്ന ഈ ക്യാമറ ബോഡിക്ക് 2 ലക്ഷം റുപ്യ, ലെൻസിന് 80,000 1.5 ലക്ഷം റുപ്യേൻ്റെ അടുപ്പിച്ചിട്ട് 2-3 ലെൻസ് 4-5 ലക്ഷം റുപ്യ ആഡ് ചെയ്യും. പിന്നെ മൈക്ക്, അത് സ്റ്റാൻഡ്, കൊണ, മറ്റേ ഗിംബൽ, അത് മൊത്തത്തിൽ 5-6 ലക്ഷം റുപ്യേൻ്റെ പിന്നെ ക്യാപിറ്റൽ ഇതിൽ ഇതെല്ലാം മുടക്കിയിട്ടാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്ന് ക്ലിക്കാക്കി തരുന്ന കാരണം സുഖമുള്ള പരിപാടി. നിങ്ങള് മോളെ ബർത്ത്ഡേ ആണ്, ഈ ഒന്ന് ഫംഗ്ഷന് വരുമോ, ഇതിന്റെ ചാർജ് എത്രയാ, ഇങ്ങനെ 2 ഫോട്ടോ എടുക്കുന്ന ചാർജ് അന്നേരം ചിലപ്പോൾ നമ്മൾ പറയും എന്തിനാണ് നമ്മൾ ചാർജ് അങ്ങ് ഒഴിവാക്കി, അന്നേരം ചിലപ്പം പറയും. അവിടെ നമുക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോബിനോട് റെസ്പെക്ട് ഉണ്ട്. അത് നമ്മൾ ചാർജ് എത്രയാ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ ബന്ധമില്ലായിട്ടല്ല, ഓർക്കറിയാം നമ്മുടെ പണി ഇതാണ്, പ്രൊഫഷൻ ഇതാണ്. അന്നേരം നിങ്ങൾ അങ്ങനെ വെച്ച് നമ്മൾ ചിലപ്പം പറയും ചാർജ് ഒന്നും വേണ്ട, അപ്പം നമ്മളത്ര ഒഴിവാക്കും. നേരെ മറിച്ച് ആദ്യം തന്നെ പറയാ മോളെ ബർത്ത്ഡേ ഉണ്ട്, ഞാൻ പുറത്തുനിന്നാരും നോക്കണ്ട, 2 ഫോട്ടോ എടുത്ത് വരൂലേ. അങ്ങനെ കുറെ ടീമുണ്ട്. ബർത്ത്ഡേക്കും പോകില്ല, മുടങ്ങ് പോകും. പിന്നെ ബർത്ത്ഡേ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, ഞാൻ ചിലപ്പോൾ പറയും ഫ്രീ ആയിരിക്കും ചിലപ്പോൾ അന്ന്, പക്ഷെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനത്തെ ഞാൻ പൊക്കേ നമുക്ക് തിരിയും. ഇത് പണിയുള്ള പരിപാടിയാന്ന് വരുമ്പോൾ ഞാൻ എല്ലാം വേക്കടിക്കും. എന്നോട് പറഞ്ഞാൽ ഞാൻ പച്ചക്ക് പറയലുണ്ട്, ഇതിന്റെ EMI എല്ലാം അടിച്ചു വരുന്നത് എങ്ങനെയാ നമുക്ക് അറിയാമോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മോളെ ബർത്ത്ഡേ, മോന്റെ ബർത്ത്ഡേ. ഞാൻ ആക്ച്വലി നാട്ടിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം, ഡിസൈനർ, വീഡിയോഗ്രാഫർ. അന്നേരം ഒരു സ്റ്റാർട്ടപ്പാ, അന്നേരം ഞാൻ തന്നെ അല്ലോ ഫോട്ടോഗ്രാഫർ, ഡിസൈനർ. എനിക്കറിയില്ല ഐഫോക്സ്, പേപ്പർ പ്ലസ്, ഐഫോക്സിൽ. പിന്നെ പ്രശ്നമില്ല, നാട്ടിലല്ലേ, അന്നേരം എല്ലാം കയറി വരുന്ന കാലം. അപ്പം നമുക്കൊരു ആവശ്യം ഉണ്ടാവും എല്ലാം ചെയ്യാം. ഇപ്പോഴെല്ലാം മനസ്സിലാകുന്ന ആവശ്യമുള്ള മാത്രം ചെയ്താൽ എത്ര പൈസ വരുന്നേ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. വെറുതെ മമ്മൂട്ടിയാവാൻ നിൽക്കരുത്, ലാസ്റ്റ് പുല്ല് വിലയായിരിക്കും. അപ്പോൾ അന്നേരം ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ഒമാനിലാണ് ഒമാനിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ദുബായ് വല്ല ഉണ്ട്, പറഞ്ഞു ദുബായിൽ പോകാം. അവൻ പറഞ്ഞ് ഷാർജയിൽ ബ്രാഞ്ച് ഉണ്ട്, ഷാർജയിൽ കൂടും. അങ്ങനെ ഓക്കെ, ഷാർജയിലെത്തി. ഡിസൈനർ ജോലി എന്ന് വെച്ചാൽ ഞാൻ അവിടെ എടുക്കുന്ന സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, സോഷ്യൽ മീഡിയ മറ്റേ പോസ്റ്റർ ഡിസൈനിങ്, അങ്ങനത്തെ ആഡ്സ്, ക്യാമ്പയിൻ, അങ്ങനത്തെ എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ ഉണ്ട്. ഞാൻ വിചാരിച്ച് സെയിം സാധനമായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ടാണ് മനസ്സിലായ മെനു ഡിസൈനിങ് ഇല്ലേ റെസ്റ്റോറൻറ്റിൻ്റെ, ആ സാധനം. അതായത് ഞാനിപ്പോൾ ക്രിയേറ്റീവായിട്ട് നിൽക്കണം. ഒരു സാധനം എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഓരോന്നിൽ പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യണം. ഇതെന്ന് വെച്ചാൽ ഇവരുടെ പണിയെന്ന് വെച്ചാൽ ഒരു മെനു സ്റ്റൈൽ ഉണ്ടാവും, അതന്നെ പുതിയ ക്ലയൻറ്റ് വരുമ്പോൾ ഈ സാധനം എടുത്ത് അപ്പുറത്ത് വെക്കുക, പേജിന് ഡിസൈൻ മാറ്റി ഒരു ടെംപ്ലേറ്റ് പോലെ. ബർഗർ ഫോട്ടോസ് എല്ലാം ഉണ്ടാവും, അവിടെ വെച്ച് കൊടുക്കുക, റേറ്റ് കൊടുക്കുക. മറ്റേ ടൈപ്പ് റൈറ്റിംഗ് ഇല്ലേ, ദിവസം കുറേ സാധനം തരും, അടിക്കാൻ പോവാ. എനക്ക് ബോറ് ഞാൻ 3-ാമത്തെ മാസം പറഞ്ഞ് ഞാൻ പോകുന്ന റിസൈൻ ചെയ്തു, മടുത്ത്. പിന്നെ ഒമാനിൽ അവസ്ഥ തുടങ്ങുന്നത് അല്ല, ഇവിടെ ഷാർജയിൽ. അന്നേരം അവിടെ ഒരു HR ഉണ്ട്. ഇല്ലില്ല, HR പറഞ്ഞ നീ പോവല്ല, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്, യൂട്യൂബ് ചാനൽ. അങ്ങനെ നീ നിന്നയിലും എഡിറ്ററായിട്ട് മാറ്റാൻ നിനക്ക് ഈ ഫോട്ടോഗ്രാഫി ഇതിലെല്ലാം ഇൻട്രസ്റ്റ് ഉള്ളത്. അയാൾക്കറിയാം, എൻ്റെ ഫീൽഡെല്ലാം അയാൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ നിന്ന് നോക്കി, അങ്ങനെ എഡിറ്ററിലേക്ക് മാറി ഫീൽഡ്. അങ്ങനെ എഡിറ്റർ മാറി. പിന്നെ രണ്ടാമത്തെ എന്നിട്ടാണ് ഇപ്പോൾ എഡിറ്ററായിട്ട് നോക്കിയത്. ഞാൻ ഫസ്റ്റ് വന്നത് പിന്നെ ഫ്രീലാൻസ് കൊടുത്തത് ഞാൻ 23-ലാണ് വരുന്നത്. ഫസ്റ്റ് 2023 ആണ്, 24 23 കറക്റ്റ് ഓർമ്മയില്ല, ഇതിലേതൊന്നാ. അന്നേരം വന്ന് ഞാൻ 1 മാസം വെറുതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്ന്. പിന്നെ ഞാൻ ഇവിടെ കയറി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി. ഇവൻ ഈ പറഞ്ഞ പോലെ അവിടെ എല്ലാം കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അടുത്തത് വെച്ചാൽ ആ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇപ്പം ഞാൻ ഉണ്ടെങ്കിൽ ഇല്ല, ഞാൻ ചുരുങ്ങിയ ഒരു 10-12,000 രൂപ സാലറി ആയിട്ടുണ്ടാവും. ദിറംസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിടുത്തം വിട്ട് കമ്പനിയാണ്. അതെന്ന് വെച്ചാൽ അന്നേരം സ്റ്റാർട്ടപ്പ് ആണ്. അന്നേരം ഞാനവിടെ കയറുമ്പോൾ ഒരു 5 മാസമേ ആയിട്ടുള്ളൂ. ഒരു ബോളിവുഡ് ഇൻവെസ്റ്ററാണ്, പിന്നെ നമ്മളെ ബോളിവുഡ് സ്റ്റാർസിലായിട്ട് ഭയങ്കര ഡേപ്പുള്ള ഇൻവെസ്റ്ററാണ്. അങ്ങനെ വെച്ചാൽ അവിടെ കയറി അല്ല എനിക്കായിട്ടൊരു റൂമുണ്ട്, സിസ്റ്റം ഉണ്ട് കംപ്ലീറ്റ്. പിന്നെ എനിക്ക് സിറ്റിംഗ് റൂം എലോൺ, എഡിറ്ററിന് എലോൺ റൂം, പിന്നെ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇത് ട്രൈപോഡ് ആയിക്കോട്ടെ, ഗിംബൽ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ക്യാമറാസ്. എനിക്കൊന്നും വേണ്ട, ഞാൻ കൈയും വീശി പോയാൽ മതി. ബാക്കി എല്ലാം അവിടെ ഉണ്ട്. വീക്കിലി 5 days, ശനി ഞായർ ലീവ്. മോർണിംഗ് 9 to ഈവനിങ് 5.
ഞങ്ങൾക്ക് പഞ്ച് ചെയ്യാൻ ആടെ ഉണ്ടാവണം, ഞാൻ പഞ്ച് ഔട്ടിങ്ങിനും ആടെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഞാൻ 3 മാസം ഞാൻ വർക്ക് ചെയ്തതിന്. ഒരിക്കൽ എൻ്റെ വിസ തീരാൻ 1 മാസം കൂടി എനിക്ക് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വിസ അടിക്കണ്ടെന്ന് പറഞ്ഞേ. എന്നിട്ട് ഒന്നും കൂടി ഞാൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 3 മാസം വർക്ക് ചെയ്തത് ഞങ്ങൾക്ക് മടുത്ത്. കാരണം ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ റൂമിൻ്റെ വീഡിയോ എടുക്കുന്നു, ആൾ നടന്നു പോകുന്ന വീഡിയോ എടുക്കുന്നു. എനിക്ക് ഫ്രീലാൻസിങ് നടക്കൂല. ഫ്രീലാൻസിങ് നടക്കുമെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് സേഫ് സോണാണ്. പക്ഷെ ഫ്രീലാൻസിങ് നടക്കൂല. മോർണിംഗ് ടു ഈവനിങ് ഉണ്ടാവും. പിന്നെ ശനിയാഴ്ച എങ്ങനെയും കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. ശരി, പിള്ളേരെ കാണാൻ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. അങ്ങനെ മടുത്തു തുടങ്ങി ഞാൻ ഒഴിവായി, നാട്ടിൽ പോയിട്ട് ഞാൻ ഇതിപ്പോൾ 2026, 25, 24. പിന്നെ ഞാൻ വരുന്നത് 2024 വരുന്നത്, 24 ജൂലൈയിൽ. ജൂണിൽ വന്ന് ജൂൺ 3 വന്ന് കറക്റ്റ്. ജൂൺ 3 വന്ന് ജൂലൈ 3 വരെ വെറുതെ നടന്നതല്ല, ഇതേ ബേസിട്ട് പണിയെല്ലാം അധികം എഫേർട്ട് ഇടാണ്ട് മടിച്ച് നടന്നു. ഞാൻ റൂമിൽ തന്നെ കിടന്നിറങ്ങി ഇതാക്കി ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും, എനിക്ക് ജോബ് ഇറങ്ങി നടന്നിട്ട് പണി നോക്കിയിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എയർ ഓഫ് ഇപ്പോൾ സുബിനോളജി എന്ന് പറഞ്ഞ ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ട് ഇങ്ങനെയുള്ള. മൂപ്പറെ കംപ്ലീറ്റ് വീഡിയോഗ്രാഫിയും അങ്ങനെ മൂപ്പറടുക്ക കയറി മൂപ്പറ കോണ്ടൻറ്റും. പിന്നെ മൂപ്പർ അത്യാവശ്യം ഫ്രീ ആണ്. മൂപ്പറ കാര്യങ്ങൾ നടന്നാൽ പക്ഷെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുക, അതൊന്നൊരു റെസ്ട്രിക്ഷൻസിലൊന്നുമില്ല. വിസ മൂപ്പറതാണ്, അക്കോമഡേഷൻ മൂപ്പറാണ്, എല്ലാം മൂപ്പറാണ്. പക്ഷെ മൂപ്പറ കാര്യങ്ങൾ കറക്റ്റ് നടക്കണം, അത് പെൻഡിങ് ആയി പോരുത്. അതിന് പുറമെ എനിക്ക് എന്ത് പണിയും നമുക്ക് എടുക്കാൻ നോ പ്രോബ്ലം. ഞാൻ അത്യാവശ്യം ഫ്രീലാൻസിൽ എടുക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ ചേഞ്ചിങ് മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പറ ഷോ ഉണ്ട്, സൊറവറ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര വലിയാന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ iPhone 6 വീഡിയോഗ്രാഫി തുടങ്ങിയ ഞാൻ ഇത്ര കൊല്ലം ആഫ്റ്റർ 2025 വരുന്നത്. ആഫ്റ്റർ 8 ഇയേഴ്സ് 9 ഇയേഴ്സ് സാധാരണ ഞാനാണ് എൻ്റെ വീഡിയോ ബൈ മിസ്റ്റർ SKP കൊടുത്തിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇടല്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലിൽ പിന്നെ ഇത് DOP മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞിട്ട് അവരെഴുതിയിട്ട് അവരെ ഷോയിലിട്ട് ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ ആലോചിക്കും. ഇങ്ങക്ക് അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്ന പറ്റൂല. ഇപ്പോഴത്തെ ആൾക്കാർ, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഓരോ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഫോട്ടോഗ്രാഫിയിലേക്ക് വരണമെന്ന് പറഞ്ഞ ആൾക്കാർ പലവരുടെയും 10,000-ാമത്തെ ഫോട്ടോ ലക്ഷക്കണക്കിന് ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ ഫസ്റ്റ് ഫോട്ടോ. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ആദ്യത്തെ ഫോട്ടോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് വേറൊരാളുടെ 10,000-ാമത്തെ ഫോട്ടോ ആയിരിക്കും. അതും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം പറഞ്ഞ പോലെ ഞാൻ ഇപ്പം ഏതേപോലെ ഞാൻ പറഞ്ഞ 2025 2025 ആഫ്റ്റർ 8-9 ഇയേഴ്സ് ഈ ഫോട്ടോഗ്രാഫി ജേർണി അതിന് ശേഷമാണ് ഞാനല്ലാണ്ട് രണ്ടാമതൊരാൾ ഞാൻ എടുത്ത വീഡിയോ ബൈ അതായത് പിന്നെ DOP മുഹമ്മദ് സിനാൻ KP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അത് ഏടിയ വന്ന് നമ്മളെ കേരളത്തിലെ നമ്പർ 1 ചാനലായ ഫ്ലവേഴ്സ് ചാനൽ വരെയാണ് TV ടെലികാസ്റ്റ്. നമ്മളെടുത്ത ക്ലിപ്പ് സാറ്റലൈറ്റിൽ പോയി TV കാണാതെ ഞാനും പൊരക്കെ കഴിച്ചു കൊടുക്കുമ്പോൾ ഞാനടുത്ത ഷോ ഉണ്ടെന്ന് സൊറവറ TV നിങ്ങൾ കാണണോ, അത് നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം താട്ടുകൂടെ ചാനലാണ് നമുക്ക് പറയാം, നമ്പർ 1 ചാനൽ നിൽക്കുന്ന ചാനലാണ്. പിന്നെ എൻ്റെ ഒരു പ്രൊജക്റ്റ് അതിൽ വരുന്നത് സിനിമാറ്റോഗ്രാഫിയൊക്കെ DOP എന്നായിട്ട് മുഹമ്മദ് സിനാൻ KP. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങി നാളെ തന്നെ നിങ്ങൾ വലിയ സംഭവം ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആ പാഷൻ്റെ പുറകെ പോവുക. പാഷൻ പ്രൊഫഷൻ ആക്കിയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ആരും ഒരു പാഷൻ ആയിരിക്കില്ല. പാഷനാക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും മാത്തമാറ്റിക്സ് എല്ലാം ഉള്ളത്, കണക്കുണ്ടാവും. പക്ഷെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ട് ഈ പാഷൻ അല്ലാത്ത നമ്മൾ പ്രൊഫഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ മൂപ്പന്മാരോ മറ്റു വലിയ മമ്മൂട്ടിയാവും. അങ്ങനെയല്ല ഇങ്ങനെയാക്ക് അത് അങ്ങനെയാണ്. ഓനക്ക് ചെയ്യാൻ പറ്റുന്നതേ ഓൻ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മളേതായിട്ടുള്ള സംഭവം നമ്മളവിടെ നോക്കൂല. പക്ഷേ ഈ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം വീഡിയോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം 10 ആളുടെ 10 ആക്കും 10 സ്റ്റൈലാണ്. ഇന്ന് നമ്മൾ രണ്ടാളും ഒരു മീറ്റിങ്ങിൽ ഇരുന്നിട്ടുണ്ടായി, ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഒരു മീറ്റിംഗാണ്. അതിലെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റാണ്. അത് നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തു കൊടുത്താൽ മാത്രമേ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മൂപ്പര അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പർ തന്നെ അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു, അല്ല അതിൻ്റെ പ്രശ്നവും പറഞ്ഞു. കാരണം നിങ്ങൾ രണ്ടാളും എഡിറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് സ്റ്റൈലായിരിക്കും. അപ്പോൾ 10 വീഡിയോ 10 സ്റ്റൈൽ ശരിയാണ്, 10 ആക്കും 10 ക്രിയേറ്റീവാണ്. പക്ഷെ ഒരു ക്ലിപ്സ് ഒരു എഡിറ്ററടക്കം കിട്ടിയേക്കാണ് എല്ലാം ഓനെ എഡിറ്റ് ചെയ്ത് അത് ഒരുപോലെ ആക്കി എടുക്കും, കളർ ടോൺ അതാണ് പറയുന്നത്. ഇങ്ങളെപ്പോലെ ഫോട്ടോ എടുക്കാൻ ഇങ്ങൊക്കെ പറ്റൂ, 10ാമതൊരാൾക്ക് പറ്റൂല. ഹു ഈസ് ദ ബെറ്റർ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ ലോകത്തില്ല. ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ ലോകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ മൈന അപ്പുറം ഇപ്പുറം വെള്ളം കുടിക്കുന്ന ഒരു ഷോട്ട് നമ്മൾ ഇടുന്നെടുത്ത്
ഞാനിപ്പോൾ അത് എവിടെയെങ്കിലും ഒരു കോൺടെസ്റ്റിൽ വിജയിച്ചാൽ എനിക്ക് ചിലപ്പോൾ UIGCC ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ 2026 എന്നിട്ട് എനിക്ക് ചിലപ്പോൾ അവാർഡ് കിട്ടുമായിരിക്കും. പക്ഷെ ആ ഇയറിലെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫർ UAE ഞാനായിരിക്കണമെന്നില്ല. കാരണം ആ മൂവ്മെൻറ്റ് വേറെ ആയിരിക്കും ക്ലിക്ക് ചെയ്യാൻ പറ്റായിട്ടാണ്. എന്നെക്കാളും നല്ല ഫോട്ടോഗ്രാഫർ അപ്പുറം ഉണ്ടാവും. ഓൻ അന്നേരം ഉണ്ടാവും, ഓനും ക്ലിക്ക് ചെയ്യും. ഇതിന് പറയും ഭാഗ്യവും കൂടി മാറ്റേഴ്സാണ്. നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിലേ അത് നമ്മളെ തലവരെയാണ്. അത് നിങ്ങൾ ആലോചിക്കണം. എല്ലാവരും എടുക്കുന്ന ഫോട്ടോ ബെസ്റ്റ് ആണോ എന്നില്ല, ഭാഗ്യം കൂടി മാറ്ററാണ്. അപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഫോട്ടോ എടുത്ത് ഏത് ഒന്ന് മതി ക്ലിക്കാവാൻ, ഒറ്റ ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വീഡിയോ ആണ് എൻ്റെ 15,000 ഫോളോവേഴ്സ് കയറ്റിയത്. എൻ്റെ അക്കൗണ്ടിൻ്റെ തലവരെയെ മാറ്റി കളഞ്ഞത്. അതുപോലെ പറയുന്നത് അത് എൻ്റെ എത്രയാ 380 പോസ്റ്റ് നിങ്ങൾ നോക്കുമ്പം കാണാം. ഞാൻ ആർക്കൈവ് ചെയ്ത് വെച്ച കുറേ പോസ്റ്റ് ഉണ്ട്. അതെല്ലാം എടുക്കുകയാണെങ്കിൽ 1000 പോസ്റ്റെല്ലാം കഴിഞ്ഞ് അതിലാകെ നല്ല 300 ഫോട്ടോസ് ആയിപ്പോഴുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പുതിയൊരു പേജ് ഇന്ന് തുടങ്ങി നാളെ പുതിയൊരു ക്യാമറ വാങ്ങി മറ്റന്നാൾ എനിക്ക് പിന്നെ മോണിറ്റൈസ്ഡായി കമേഴ്ഷ്യലായിട്ട് നടക്കാൻ നിങ്ങൾ വിചാരണ മാറ്റിക്കള അങ്ങനത്തോ പൊരക്കിരുന്നോ ഇതും കൊണ്ട് ഇറങ്ങണ്ട. കുറേ ആൾക്കുണ്ട്, കുറേ ആൾ ചോദിച്ചു വരുത്തുന്നുണ്ട് ഏത് ക്യാമറ ബെറ്റർ. ഇപ്പോൾ ഏത് ക്യാമറ ബെറ്റർ എന്ന് എന്നോട് ചോദിക്കുന്ന അടുത്ത് ഞാൻ പറയൂ സോണി A7 V എടുത്തോ. അപ്പോൾ ഓൻ പറയും എത്ര പൈസ, ഞാൻ പറയും 2 ലക്ഷം റുപ്യ ക്യാമറ. അത്രയൊന്നും വേണ്ട, കുറച്ച് വർക്ക്. പിന്നെ ചോദിക്കുന്ന ആൾ ആദ്യം പറയാം എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ഈ ബഡ്ജറ്റിന് ഒറ്റ ക്യാമറ ഏതാ. അപ്പോൾ എനിക്ക് ബഡ്ജറ്റ് ഇല്ല, ഒരു 50,000 റുപ്യക്ക് ഒരു ഫോൺ ഞാൻ പറഞ്ഞുതരും. 50,000 റുപ്യൻ്റെ വിവോൻ്റെ ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ ഉണ്ടാവും, ഫോണിലെടുത്ത് തുടങ്ങിക്കോ. അല്ലാണ്ടിപ്പോൾ വിച്ച് ക്യാമറ ഈസ് ബെറ്റർ, ഏതാ ക്യാമറ ബെറ്റർ എന്ന് വെച്ചാൽ ഞാൻ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഞാൻ സോണിയാണ്. സോണി A7 V, നിക്കോണിലാണ് ZR, അല്ലെങ്കിൽ കാനോണിലാണ് R6, അങ്ങനെ പറയൂ. അല്ലാണ്ടിപ്പോൾ എല്ലാവരും മറ്റേ ഇതന്നെയല്ലേ പറയാം, ഹൈടെക് ക്യാമറ അല്ലേ പറയൂ ഏത് ക്യാമറ ബെറ്റർ എന്ന് വെച്ചാൽ. ക്യാമറ കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള M4 എന്നെല്ലാം വെച്ചാൽ M4 A7 M4 പറയാനുള്ള കാരണം വെച്ചാൽ M4 M5 എന്തും ആയിക്കോട്ടെ പറയാനുള്ള കാരണം വെച്ചാൽ അത് ഹൈബ്രിഡാണ്. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഫുൾ പ്രൊഫഷണൽ. നേരെ മറിച്ച് FX3 എടുക്കണ്ടെന്ന് ആരും പറയുന്നില്ല, പൈസ ഉള്ളവൻ എടുത്തോ. ഫോർ എക്സാമ്പിൾ ഡിജിറ്റലി ചെയ്യണമെങ്കിൽ ഈ വലിയ ക്യാമറ ഒന്നും വേണം. ക്യാമറ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എങ്ങളെടുത്ത് ആ ഫോട്ടോ പ്രിന്റ് ചെയ്ത് പോസ്റ്റർ ആക്കണം അല്ലെങ്കിൽ പുറത്തേടെ വെക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ആ ക്വാളിറ്റി കിട്ടും, ആ മെഗാപിക്സൽ കൂടുന്ന പ്രിന്റിങ്ങിനെല്ലാം പറ്റും. ഓക്കെ, ഫോൺ ബെസ്റ്റ്. ഡിജിറ്റലി 12 മതി. iPhone 6 എനിക്ക് 8 മെഗാപിക്സൽ എത്ര ഉണ്ടായ. ഐഫോൺ കുറെ കാലം 12 മെഗാപിക്സൽ ഉണ്ടായ. ഇപ്പൊ അടുത്തല്ലേ 48 മെഗാപിക്സൽ 17 Pro 12. ഞാൻ ഇതിന്റെ വീഡിയോ നേരത്തെ ഇട്ടിനി. മെഗാപിക്സൽ കൂടുമ്പോൾ ക്വാളിറ്റി കൂടണമെന്നില്ല, ഇനി കണ്ടില്ലെന്ന് അറിയില്ല. സെൻസറിന്റെ വലിപ്പം കൂട്ടിയിട്ട് മെഗാപിക്സൽ കൂട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ക്വാളിറ്റിയിൽ മാറ്റർ ചെയ്യും. അല്ലാണ്ട് ഫയൽ സൈസ് കൂടും, റെസൊല്യൂഷൻ കൂടും, പ്രിന്റിംഗ് പ്രസ്സിന് നല്ലതാണ്, എല്ലാം അങ്ങനത്തോരൊക്കെല്ലാം നല്ലതാണെന്നല്ലാണ്ട് ഡിജിറ്റലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിന് ഇപ്പം ഡിജിറ്റലി ആണല്ലോ, വേറെ എന്തിനാണ്. TV-ലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ TV-ലാണെങ്കിൽ കംപ്ലീറ്റ് ഷൂട്ടിംഗ് ഫോർമാറ്റേ മാറ്റാം, 25 4 എടുക്കേണ്ടത്. ഡിജിറ്റലിലുള്ള കാര്യം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതാ പറയുന്നത്, ഫോട്ടോഗ്രാഫി തുടങ്ങുന്നതിന് നിങ്ങൾക്ക് ഹൈ എൻഡ് ക്യാമറ വേണമെന്നില്ല. ഇത് ഞാൻ ഇവിടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച് ഇവനെയും കുട്ടി നമ്മളെ രണ്ടാളൊന്നും ഇരിക്കുക വെറുതെ പറയുക, ഉള്ള കാര്യങ്ങൾ പറയാൻ വരുത്താനും കൂടി ഉണ്ടെങ്കിൽ അതിലൊരു ലോജിക്കുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതൽ അറിയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രത്തെ പറയാനുള്ളൂ. നമ്മളെ വീഡിയോ വെച്ച് കട്ടായിപ്പോയിന്, മെമ്മറി ഫുള്ളായിട്ട് അത് നോക്കാൻ പറ്റിയില്ല, സോറി ബൈ. ഇനിയിപ്പോൾ അതിൻ്റെ പക്ക ലൈറ്റെല്ലാം ഡൗൺ ആയി. അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഇതിൽ കമൻറ്റ് ഇട്ടാൽ ചിലപ്പോൾ നോക്കിക്കോളണമെന്നില്ല. ഇവനിക്ക് മെസ്സേജ് അയച്ചാൽ തരും. ഫോട്ടോഗ്രാഫി ഇല്ല, അങ്ങനത്തെ ആൾക്കാർ കാര്യം മനസ്സിലാക്കേണ്ട. റിക്വസ്റ്റ് നമ്മൾ മെസ്സേജ് റീഡ് ആക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് റീഡ് എന്നുള്ള കാണിക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഹായ്ക്ക് റിപ്ലൈ ആയിട്ട് ബാക്കി അയക്കാം. എന്താ കാര്യം ചോദിച്ചാൽ ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അത് നിങ്ങൾ അഹങ്കാരം ചാടിയാന്ന് വിചാരിക്കും. ഇത് അനാവശ്യമായിട്ട് അയക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ വലിയ ആളെ നേരത്തെ സെലിബ്രേറ്റ് ചെയ്ത് പോയത്. അതല്ല, ഇഷ്ടമല്ലേ മെസ്സേജ് ഇരിക്കാൻ, ചടങ്ങ് പരിപാടി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും യൂട്യൂബ് ഒരു വള്ളി കേസ് ഉണ്ട്, വേറെ വള്ളി കേസ് ഉണ്ട്. ഒരു ഹായ് വെച്ച് അല്ല, ഓന് ഭയങ്കര പാരഗ്രാഫിൽ വെച്ച് തുടങ്ങിയതാ. ലാസ്റ്റ് ഓരോ ചോദ്യം തുടങ്ങിയില്ല, അവനെ മറ്റേ CID ചോദിക്കൂലേ, ഈ ക്യാമറ എന്താ ഇങ്ങനെ, നിങ്ങൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഞാനും ഫോണിലാണ്, എനിക്ക് കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്. നമ്മളാണിത് കണ്ടുപിടിച്ചത്. ഞാൻ വെറുത്തുപോയി, ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്തന്നെ. ഇപ്പൊ ഞാൻ വെച്ച് ഓക്കെ ഒരു താങ്ക് യു പറയാന്ന്, താങ്ക് യു പറഞ്ഞ് ചങ്ങായി തുടങ്ങിയില്ല മോനെ. അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കേണ്ട, ഇവർ ചോദിക്കുന്നതിൽ 80% യൂട്യൂബിലും ChatGPT അടിച്ചാൽ കിട്ടുന്ന സാധനമാണ്. ഇവർ മനസ്സിലാക്കില്ല. എന്തെങ്കിലും ആയിട്ട് നോക്കെ ബൈ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ല് ബട്ടൺ നോക്കിയിട്ട് കണ്ടു ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, എന്നെ ഫോളോ ചെയ്താൽ എന്നെ ഫോളോ ചെയ്യുക, ഇവനെ ഫോളോ ചെയ്താൽ ഇവനെ ഫോളോ ചെയ്യുക. കീപ് ഇൻ സപ്പോർട്ട്. ഓക്കെ, ബൈ, മസ്സലാം.